രോഗം കാരണം, അയാളുടെ സൈക്കോ മെന്റാലിറ്റി കാരണം, അയാളുടെ അസൂയ കാരണം എന്ന് ഈ വ്യക്തികളൊക്കെ പറയുന്നത് പോലെ ഒരു കാമുകനുണ്ടെന്ന് തന്നെ ഇനിയും അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയ 2 കുട്ടികളുണ്ട്. ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് എന്തെങ്കിലും പറയാ, കേട്ട പാടി കേസം എന്ന് പറയുന്ന നേരത്ത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് സ്വന്തമായ കാര്യങ്ങളാ പറയുന്നുണ്ടെങ്കിൽ അവിടെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? യൂട്യൂബിൽ എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് റീച്ചിനും ക്യാഷിനൊക്കെ വേണ്ടി തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് പറയുവാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് സാമൂഹ്യ സേവനവുമാണ്, ഒരു നന്മ പ്രവൃത്തിയാണ്, പുണ്യപ്രവൃത്തിയാണ് എന്നൊന്നും പറഞ്ഞാൽ 1% പോലും ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും മരിച്ചുപോയ ഒരു സഹോദരിയെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നുണക്കഥകൾ കെട്ടിച്ചമച്ച് ദ്രോഹിക്കാൻ ശ്രമിച്ച നമ്മൾ അതിനെ ഡെഫിനറ്റ് ആയിട്ടും എതിർത്ത് തന്നെ ഇരിക്കും. കഴിഞ്ഞ ദിവസം യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. കുവൈറ്റിലെ അബ്ബാസി എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ട ബിൻസിയും സൂരജും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ആ സഹോദരിയെ അതിക്രൂരമായി കൊന്ന്, കഴുത്തറത്ത് കൊന്ന് ആ റൂമില് രക്തം തളം കെട്ടി നിൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അത്രയും ക്രൂരമായി മരണപ്പെട്ട ഒരു സഹോദരിയെ കുറിച്ച് വളരെ മോശമായ ഒരു വീഡിയോ ഞാൻ ആ ചാനലിൽ കാണുകയുണ്ടായി. ഞാൻ മുമ്പും കണ്ടിട്ടുള്ള ചാനലാണ്. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. ആ ഇൻസിഡന്റിന് ശേഷം ഒരുപാട് വോയിസ് മെസ്സേജസ്, ഒരുപാട് ന്യൂസ്, അതുപോലെ തന്നെ ആ സഹോദരിയുമായി ഒരുപാട് ബന്ധമുള്ള ആളുകൾ, അവർ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ, ഇവരൊക്കെയായി നമ്മൾ ബന്ധപ്പെട്ടതും അവരെന്നൊക്കെ കേട്ടറിഞ്ഞ ന്യൂസുകൾ അനുസരിച്ച് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയും കഥകള്, അതായത് എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യന്മാർക്ക് കഴിയണേന്ന് തോന്നി. ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് എന്തെങ്കിലും പറയാ, കേട്ട പാടി കേൾക്കാത്ത പാതി കൊണ്ടുവന്ന് പബ്ലിക്കായി അത് പ്രചരിപ്പിക്കുക എന്ത് മോശമായ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളെ ഞാൻ വീഡിയോ കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും. ഇങ്ങനെയൊന്നും ഒരു യൂട്യൂബേഴ്സും ചെയ്യാൻ പാടില്ല. വളരെ മോശമായ കാര്യം. മരിച്ചുപോയ ഒരു സഹോദരിയെ ഇല്ലാ കഥകൾ പറഞ്ഞ് സമൂഹത്തിന് എറിഞ്ഞിട്ട് കൊടുത്ത് അവരെ വീണ്ടും കൊള്ള ചെയ്യുക, നമ്മുടെ വാക്കുകൾ കൊണ്ട് വധിക്കുക. അവരെ കത്തി കുത്തി മരണപ്പെട്ടതിനേക്കാൾ എന്താ പറയാ വേദന ഉണ്ടായിരിക്കും ഇപ്പൊ അവരുടെ ആത്മാവിന്. കാരണം അത്രയും മോശമായ വാക്കുകളാണ് ആ വീഡിയോയിൽ എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാതെ പോയ ഒരു സഹോദരിയാണെന്നാണ് അവരറിയുന്ന ഒട്ടുമിക്ക ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ വെറുതെ വന്നിരുന്ന് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. അവർക്ക് 2 കുഞ്ഞു മക്കൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ഇവിടെ ജീവനോടെ ഉണ്ട്, അതുപോലെ അവരുടെ ഫാമിലി ഉണ്ട്. ആ പെൺകുട്ടിയെ കുറിച്ച് എന്ത് മോശമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഏതോ ഒരുത്തൻ എവിടെന്നോ വന്ന് എന്തോ പറഞ്ഞു, അത് കേട്ട പാടി ഇത് തന്നെ സത്യം എന്ന് വിളിച്ചു പറയുന്ന ഇതൊക്കെയാണോ? എന്ത് നമുക്ക് ക്യാഷും റീച്ചൊക്കെ വേണം, പക്ഷെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതൊരു വലിയ വാക്ക് തന്നെ എന്റെ പൊന്നണ്ണ. ഇപ്പൊ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ട് ബാക്കി മറുപടി ഞാൻ പറയാം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളുടെ വീഡിയോ ഒന്നും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ 2 പറയണം തോന്നി. ഇത് ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്റെ ഒരു സംശയം പറഞ്ഞതായിരുന്നു. എന്നാൽ അത് തെളിയിച്ചു തരുന്ന ഒരു സംഭവം ഇന്നുണ്ടായി. എന്നെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ ബിൻസിയെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഇവിടെ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിക്കും നടന്നത് എന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. അപ്പൊ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അണ്ണൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പ്രസ്താവനകള്. നമുക്കൊരു സംശയം, ഇത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ പോലുമല്ല. എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചത്? ഈ കാരണത്താലാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തുകൊണ്ട് കുവൈറ്റിലെ പോലീസ് പ്രോപ്പർ ആയിട്ട് ഈ ഒരു മരണം അന്വേഷിക്കുന്നില്ല? ചെറിയ ഒരു ലീഡ് പോലും അവർ വിട്ടുകളയുന്നു. അത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ പ്ലേസ് ചെയ്ത് തരുന്ന ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ചോദ്യം മനസ്സിൽ വരും. എന്താണെങ്കിലും നിങ്ങളിത് കേൾക്കുക. പിന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ എന്നോട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാനത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുന്ന ഈ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഐഡന്റിറ്റി പുറത്തു വിടരുത് എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഴ്സൺ വന്നിട്ട് എന്നോട് പറയാണ് നിങ്ങൾ ഇതൊന്ന് പ്രചരിപ്പിച്ചു തരുമോ, പക്ഷെ എന്റെ പേരോ ഊരോ അങ്ങനെ നട്ടല്ലാത്ത ഏതൊരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവനെയൊക്കെ വീഡിയോ എടുത്ത് കേൾപ്പിക്കുമ്പോ അതിന് എന്ത് വാല്യൂ നമ്മൾ കൊടുക്കണം? അങ്ങനെ ഒരുത്തം വന്നിട്ട് പറയുമ്പോ പറയാ നീ പറയുന്ന ഈ വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ട് അത് എന്റെ ചാനലിലൂടെ അവതരിപ്പിക്കാൻ. ഞാനാണെങ്കിൽ അങ്ങനെ പറയും, പേരും ഊരും അഡ്രസ്സും ഒന്നും കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വരുന്നുണ്ടെങ്കിൽ അപ്പട്ടയുണ്ട് അവൻ ആരാണെന്നുള്ളത്. അതില് ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായ കാര്യങ്ങളെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് എന്താ കുഴപ്പം? അപ്പൊ അവിടെ ഉണ്ട് കള്ളത്തരം.
ഒരിക്കലും അങ്ങനെയുള്ളവന്മാരെ നമ്മൾ എൻകറേജ് ചെയ്യുകയല്ലേ. ഇതുപോലെ വീഡിയോസ് ഇട്ട് അവരുടെ വോയിസ് ഒക്കെ നാട്ടുകാരെ കളിപ്പിച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ പെണ്ണിനെ പർപ്പസ്ഫുള്ളി കളിയാക്കാനും മരിച്ചുപോയ ആ പെണ്ണിനെ വീണ്ടും വീണ്ടും കുത്തി അധിക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി ഓരോരുത്തർമാര് കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ മാത്രമാണ് ഇതെല്ലാം എന്ന് തന്നെ ഞാൻ വോയിസ് ഒക്കെ കുറച്ച് സ്പീഡ് കൂട്ടി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളൊന്ന് കേൾക്കുക. ഇവിടെ നമസ്കാരം. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസിൽ നേഴ്സസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നത് ഒരുപാട് ചാനൽസിൽ. അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക, സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. അതിൽ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത്. കാര്യം അവര് നേഴ്സിംഗ് പഠിപ്പിച്ചെന്നോ ജോലി വാങ്ങി കൊടുത്തെന്നോ അങ്ങനെ ഇയാള് തന്നെ പറയുവാണ് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും വരുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, കുവൈറ്റിൽ നടന്ന ഒരു സംഭവം എന്തുകൊണ്ടാണ് സൂരജ് എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തി എല്ലാ ന്യൂസുകളും കാര്യങ്ങളും വരുന്നത്? കാരണം അവനാണ് അതിനകത്ത് തെറ്റുകാരൻ. അവന്റെ സംശയരോഗമാണ് എല്ലാത്തിനും കാരണം. ആ ഒരു ന്യൂസല്ലേ എല്ലാവരും കേട്ടിട്ടുള്ളത്. ഇപ്പോ ഇങ്ങനെ ഒരു പുതിയ വേർഷൻ അതെന്തിനാണ്? അതാണ് പോലീസുകാർ അന്വേഷിക്കേണ്ടത്. ഇവനെയൊക്കെയാണ് പോലീസുകാർ കൃത്യമായി അന്വേഷിച്ച് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ടത്. ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ട് വീണ്ടും അവളെ ഇതുപോലെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് പോലീസുകാർ കണ്ടുപിടിച്ച് നല്ല പണി കൊടുക്കേണ്ടത്. അവര് നേഴ്സിംഗ് പഠിപ്പിച്ചെന്നോ ജോലി വാങ്ങി കൊടുത്തെന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാള് സൈക്കോ ആണെന്നും പിന്നെ സംശയരോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറെ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഇതില് ഇപ്പൊ ഈ അണ്ണൻ പറയുന്ന കാര്യങ്ങള് ഓരോ കാര്യവും സത്യസന്ധമായ കാര്യമാണ്. അതായത് ഇയാളുടെ മനസ്സിൽ പോലുണ്ട് 100%. അയാൾക്കൊരു സംശയമോ ഇല്ല. അയാൾ പറയുക സൈക്കോ ആണ്, സംശയരോഗിയാണ്. അതായത് എണ്ണി പറയുവാണ്. ഒരു തെറ്റോ തപ്പോ തടവോ ഒന്നുമില്ല. കാരണം അയാൾക്ക് കൃത്യമായിട്ട് അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ ഇങ്ങനെയൊക്കെയാണ്. ഇയാൾ ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട, കൃത്യമായിട്ടാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് അയാൾ ഒരു ഫേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പൊ അയാൾക്ക് തന്നെ അറിയാം അയാൾ വന്ന് ആ സഹോദരിയെ കുറിച്ച് നുണ പറഞ്ഞ് ഇവരെ അതായത് മരിച്ചുപോയ ആളുകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു സഹോദരി മരിച്ചു പോയിട്ട് അതിന് വളരെ മോശമായി എത്ര മോശമായി അതിനെ അധിക്ഷേപിക്കാവോ? അതിന്റെ മുമ്പത്തെ കഥകളും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞ് നമ്മൾക്ക് സങ്കടം വന്നു പോകും. സൂരജ് എന്ന് പറയുന്ന അവനെ പോലെയുള്ള ഒരു വൃത്തികെട്ടവൻ തന്നെ പറയാം. കാരണം അവനെയൊക്കെ പഠിപ്പിച്ച് അത് കഷ്ടപ്പെട്ട് കുവൈറ്റിൽ കൊണ്ടുപോയി അവന് ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവന്റെ ഭ്രാന്ത് മൂത്തുപ്പ സഹോദരനെ കൊന്നു. അങ്ങനെ അത്രയ്ക്കും പീഡനങ്ങൾ സഹിച്ചു പോയ ഒരു സഹോദരി, ആ സഹോദരനെ കുറിച്ചാണ് ഇപ്പൊ വന്ന് അതേ മാനസിക രോഗമുള്ളത്, അതേ മാനസിക അവസ്ഥയുള്ളത്, അതുപോലെ തന്നെ സൈക്കോയായ ഒരുത്തിയോ സൗണ്ട് മാറ്റി പറഞ്ഞാലും ഇത് വെണ്ണാണാണെന്ന് നമുക്കറിയത്തില്ല. ഈ വക ഇല്ലാവചനങ്ങൾ പറയണത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നിങ്ങളുടെ ഓരോ കമന്റ്സും ഇവനെ പോലെയുള്ള മാനസിക രോഗികൾക്കെതിരെ തന്നെ ആയിരിക്കണം നമ്മുടെ വീഡിയോയില്. ഇതുപോലെ വൃത്തികേട് ഒരു പെണ്ണിനെ കുറിച്ച് കെട്ടിച്ചമച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ സൂക്കേട് എന്താണെന്ന് ചോദിക്കുന്നത്. ഇത്ര ക്രൂരമായി കൊന്നതിന് പുറമെ ആ പെണ്ണിനെ കുറിച്ച് നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടിയിട്ട്? ആ മരിച്ചുപോയ പെണ്ണിനും മക്കളും വീട്ടുകാരൊക്കെ ഇല്ലേ, അവർക്കെന്താ വിഷമമൊന്നും വരത്തില്ലേ? ഇവൻ തന്നെ പറയുന്നു, എല്ലാ ആളുകളും പറയുന്നത് അവൻ സംശയരോഗിയാണെന്ന്. സാധാരണ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ 2 വശങ്ങൾ പറയാറുണ്ട്. ഇതില് ഒരു 99% ആളുകളും ആ പെണ്ണിന് നല്ല ഒരു വ്യക്തിയായിട്ടും ഇവന്റെ അസുഖങ്ങളാണ് പ്രോബ്ലം എന്നും പറയുമ്പോൾ ഇതുപോലെയുള്ള ചില ആളുകൾ വന്ന് അതിനിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഇതില് പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും. അപ്പൊ ഒരാൾ ഇറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഇതാ പറയുന്നത്. ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നത്. അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ 3ാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആള് മുകേഷ് എന്ന ആള്, അയാളുടെ പേര്, അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
നമുക്ക് എല്ലാവർക്കും സംഗതി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി അണ്ണ. ഞങ്ങളെ എല്ലാവരും സംഗതി മനസ്സിലാക്കി തന്നത് അണ്ണനെ താങ്ക്സ്. ചതി വിഡ്ഢിത്തരങ്ങള് നിങ്ങൾക്ക് തീരെ വിവരം ബോധമില്ലാതെ ആയി പോയില്ല എന്റെ മനുഷ്യ. ഈ ജാതി കാര്യങ്ങൾ ഒരുത്തൻ വന്നിട്ട് പറയുവാണ് എന്റെ പേര് ഞാൻ പറയുന്നില്ല, ഊര് ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പൊടിക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ചിന്തിക്കണം. ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഈ ഒരു ബിൻസി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അവീതം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു സൂരജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അവീതം ഉണ്ടായിരുന്നോ, അതിന്റെ പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ എന്നുള്ളൊരു സംശയം കുറെ പേർക്ക് ഉണ്ടായിരുന്നു. എന്റെ പൊന്നണ്ണ, എനിക്കൊന്നും ഈ വക സംശയങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സംശയം ഉണ്ടായെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ആദ്യമേ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. എന്ത് കണ്ടാലും അതിനകത്ത് കുറച്ച് അവിഹിതം മിക്സ് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു പ്രോബ്ലം ആണ്. അത് നമ്മളാണ് അതിന് ചികിത്സ തേടേണ്ടത്, അല്ലാതെ മരിച്ചുപോയ സഹോദരിയുടെ തലയിലേക്ക് എല്ലാം അത് ഇട്ട് കൊടുക്കേണ്ടത്. ബിൻസിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മുകേഷ്, പേര് വരെ പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി, ഞാനായിട്ടല്ല പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം കേട്ടാ, മറ്റൊരു സഹോദരനെ വീണ്ടും ഇതിലേക്ക് വലിച്ചിട്ട് അയാൾക്ക് നല്ല പണി കൊടുക്കാനുള്ള പരിപാടിയാ. അപ്പൊ അയാൾക്ക് ഫാമിലി ഉണ്ടായിരിക്കത്തില്ലേ? അപ്പൊ അയാളുടെ ലൈഫ് എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരാളെ സഹായിച്ച, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഒന്ന് ജോലി ചെയ്യുകയോ അവരോടൊന്ന് സംസാരിക്കുകയോ അവർ കൂടെ ഒന്ന് യാത്ര ചെയ്യുകയോ ചെയ്താൽ പിന്നെ അവള് അവന്റെ കൂടെയാണ് എന്ന് പറയുന്ന ഈ ടൈപ്പ് ആളുകൾ, അവർക്കാണ് ചികിത്സ വേണ്ടത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ സൂരജ് എന്ന് പറയുന്നവന് ഈ സംശയരോഗം വന്നപ്പോ തന്നെ അവനെ പിടിച്ച് കാണിക്കേണ്ട സൈക്യാട്രിസ്റ്റിനെ കാണിച്ചെങ്കിൽ ആ പെണ്ണിന് ഈ ഗതി വരത്തില്ലായിരുന്നു. മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു അവിഹിതം ഉണ്ടായിരുന്നു. അത് ഈ സൂരജ് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ പലതവണ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഞാൻ സംസാരിക്കാം. താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര്, ഫുൾ പേര്. പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെയായിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാൺ ചെയ്തിട്ടും ഇയാൾ വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ച് വരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവര് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്ക് വന്ന നാട്ടിൽ പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റു പുള്ളിക്ക് കിട്ടി. അതായത് ഈ മുകേഷ് എന്ന് പറയുന്ന സഹോദരൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തില്ലേ, അവിഹിതം, അതാണ് അവിഹിതം. അവിടെ അവിഹിതം ഉറപ്പിച്ചു 100%. നമ്മുടെ സൈക്കോ ചേട്ടൻ എല്ലാം തലയാട്ടി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത്. അപ്പോ എങ്ങനെ കിടക്കുന്നു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ മരണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബിൻസിയും സൂരജും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഫസ്റ്റ് തിരിച്ച് ദൈവമേ, ഈ വീഡിയോ ഞാനിങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ആളുകളുടെ മനസ്സ് എത്ര വികലമായ മനസ്സാണ്. അതായത് എത്ര സ്വാർത്ഥരായ മനുഷ്യരാണല്ലേ. മരിച്ചുപോയ ഒരു സഹോദരിയെ കുറിച്ച് ഒരു സംശയം പോലുമില്ല, അല്ലെങ്കിൽ ഒരു വിഷമം പോലുമില്ല, ഒരു ഗിൽറ്റി ഫീലിംഗ് പോലുമില്ല. അത് നുണകൾ ഇങ്ങനെ പടച്ചു വിടുവാണ്. ആ സഹോദരി നാട്ടിൽ പോയി തിരിച്ച് ആദ്യം ആ സഹോദരി വന്നു, ആ സഹോദരിയെ പിക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തിയെ വലിച്ചിടുന്നു, അയാളുടെ ലൈഫിന് പണി കൊടുക്കുന്നു. ഇത്ര മോശമായ രീതിയിൽ ഇതാണ് നമ്മുടെ സമൂഹം. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഇനിയിപ്പോ ആ സഹോദരി എന്തുമാത്രം നന്മ ചെയ്ത് ആ ഹസ്ബൻഡിന്റെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്റെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഓസ്ട്രേലിയക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിയെ കുറിച്ച് എന്തുമാത്രം നുണക്കഥകളാണ് ഓരോരുത്തരും ഇതുപോലെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ ആ സഹോദരിക്ക് ഇവന്മാർ പറയുന്നത് പോലെ, ഈ വ്യക്തികളൊക്കെ പറയുന്നത് പോലെ ഒരു കാമുകനുണ്ടെന്ന് തന്നെ വിചാരിക്കും. ഏതോ ഒരു പാവം പിടിച്ച മുകേഷിനെ പിടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കുവൈറ്റിലെ തന്റെ കാമുകൻ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ആ സഹോദരി തിരക്ക് കൂട്ടുന്നു? മറ്റേ സൂരജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോകാൻ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അണ്ണന് വല്ല അവിഹിതം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. നോണ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് എന്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലെ പേരും ഊരില്ലാത്ത ഓരോരുത്തന്മാർ വന്ന് ഇല്ലാത്ത നോണ പറയുമ്പോൾ നിങ്ങളത് 10 പേരോട് തന്റെ ചാനലിലൂടെ വിളിച്ചു പറയുമ്പോൾ അത് ആ 10 പേരിൽ ഒരാൾ പോയി മറ്റൊരാളോട് പറഞ്ഞു അതങ്ങനെ പ്രചരിപ്പിച്ചു പോവുകയാണ്. ഇതൊന്നും അറിയാതെ തൻ്റെ ഹസ്ബൻഡിന്റെ പ്രോബ്ലംസ് കാരണം, അയാളുടെ സംശയരോഗം കാരണം, അയാളുടെ സൈക്കോ മെന്റാലിറ്റി കാരണം, അയാളുടെ അസൂയ കാരണം എന്ന് തന്നെ പറയണം, അയാളുടെ ഈഗോ കാരണം ഒരു സഹോദരിയെ
വളരെ ക്രൂരമായി അതിന്റെ മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ സഹോദരിയുടെ ബോഡി കണ്ടതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. അത്ര ക്രൂരമായ രീതിയിൽ മരണപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് സത്യം വിളിച്ചു പറയണ്ട. നിങ്ങള് നുണ പറഞ്ഞതിന് ദ്രോഹിക്കാതിരുന്നൂടെ? മരിച്ചുപോയ ആ സഹോദരിയോട് അറ്റ്ലീസ്റ്റ് കുറച്ച് റെസ്പെക്ട് കാണിച്ചൂടെ? ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാതിരുന്നൂടെ? എന്ത് കണ്ടാലും അതിൽ മൊത്തം അവിഹിതം അവിഹിതം എന്ന് പറയുന്ന നേരത്ത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തൂടെ? നമ്മൾ ആ വീഡിയോ മൊത്തം കേൾപ്പിക്കാൻ നിൽക്കുകയാണെന്ന് ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പറയണത് മൊത്തം ഇജാതി കാര്യങ്ങൾ. മരിച്ചുപോയ ആ സഹോദരനെ ആലോചിക്കേണ്ട. പക്ഷെ അവർക്ക് ഇനിയും അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയ 2 കുട്ടികളുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ ചിന്തിച്ചിട്ടെങ്കിലും വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ, നുണക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് ഈ അവസ്ഥയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് ആലോചിക്കാം. ഈ വീഡിയോയിൽ മാക്സിമം നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്താണ് ഈ ഇൻസിഡന്റിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് കമന്റുകളായിട്ട് നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തുക തന്നെ വേണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെയാണ് ഓരോ നുണകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ മാക്സിമം കമന്റ്സുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം.